അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് കാതറിൻ ഷേർലി. ഞാൻ മാങ്കാവ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ATM കാർഡ് എങ്ങനെയോ മിസ്സായിപ്പോയത് മാത്രമല്ല, അത് എനിക്ക് ഹസ്ബൻഡിനോടോ അമ്മയോടോ പറയാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ എന്ത് ചെയ്യും, വിളിച്ച് ബ്ലോക്ക് ചെയ്യണോ ഒന്നും എനിക്ക് പറയാൻ കൂടെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയേ ഇല്ല. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ പോയെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഫോണിൽ കൂടി നോക്കുമ്പോഴാണ് ഒരാൾക്ക് ATM കാർഡ് കിട്ടിയതിൻ്റെ സാക്ഷി ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഈശോയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ATM കാർഡ് കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എന്നിട്ട് അപ്പം തന്നെ ഞാൻ ഇങ്ങനൊരു പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്തുണ്ടെങ്കിലും ഒന്നും നോക്കണ്ട, ഇനി ഹസ്ബൻഡിൻ്റെ അടുത്തും മമ്മിയുടെ അടുത്തും പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഒരു 1 വീക്ക് 2 വീക്ക് ഞാൻ ഇത് കൊണ്ട് നടന്നു. ആരുടെ അടുത്തും അറിയിക്കാണ്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാണ്ട് കൊണ്ട് നടന്നു. പക്ഷേ 2 വീക്ക് കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് നിവൃത്തിയില്ല, ഞാൻ പറയാമെന്ന് വെച്ചിട്ട് മമ്മീനെ ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ മമ്മി പറഞ്ഞു, മമ്മി ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കൻ ഇടയ്ക്ക് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, നിൻ്റെ ATM കാർഡ് എനിക്ക് അടിക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടി പറഞ്ഞു. അപ്പം തന്നെ മമ്മി ഇതെങ്ങനെ ഇവിടെ വന്നുവെന്നോ അതെങ്ങനെ കിട്ടിയെന്നോ മമ്മിക്കും അറിയില്ല. മമ്മിയുടെ കയ്യിൽ എങ്ങനെ വന്നുവെന്ന് മമ്മിക്ക് അറിയില്ല. ഞാൻ വിചാരിക്കണം മമ്മിക്ക് അടിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടാവണം, അല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ആ ടൈമിൽ തന്നെ എനിക്ക് എൻ്റെ ATM കാർഡ് കിട്ടി. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് ബ്ലോക്ക് ചെയ്യുക, പുതിയ ATM കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യും. എനിക്ക് ആ ടൈമിൽ മണിയുടെ അത്യാവശ്യമായിരുന്നു. അതെനിക്കൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കർത്താവിന് നന്ദി, ദൈവത്തിന് നന്ദി, സ്തുതി. ATM കാർഡ് പോയി, കർത്താവിനോട് പ്രാർത്ഥിച്ചു, നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു കൊടുത്തു.